ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നെതർലൻഡ്സിലെ തന്നെ ഒരു സ്പെഷ്യൽ സ്ഥലത്താണ്. അവിടെ കണ്ട കാറ്റാടി ഒന്ന് കറങ്ങാത്ത എന്താ, കാറ്റില്ലാത്തതുകൊണ്ടാണ്. അവിടെ 8 വിൻഡുകൾ വർക്ക് ചെയ്യും. അതിൻ്റെ 8 വിൻഡുകൾ ടോട്ടൽ ഉണ്ട്. അതിന് 6 വർക്ക് ചെയ്യുമെന്നാണ് കഴിഞ്ഞ ദിവസം സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ. ബാക്കി എല്ലാത്തിനും എന്ത് പറ്റി? ബാക്കി കേടായി കാണൂടാവേ. ഇത് കാരണം കൊല്ലങ്ങളായിട്ട് ഇത് ഏതാണ് മറ്റേ നമ്മുടെ നെതർലൻഡ്സ് ഡച്ച് പീപ്പിളിന്റെ പഴയകാല തനിമയും ആ പഴയ സെറ്റപ്പും ഹിസ്റ്റോറിക് അതുപോലെ തന്നെ 50 കൊല്ലമായിട്ട് ഇപ്പം നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വരും കൊല്ലങ്ങളിലും അവർക്ക് ഇത് നിലനിർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതെ, ഇത്രയൊക്കെയാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത്. ഇപ്പോൾ നമ്മൾ നടക്കാൻ പുതിയ കയറി പോകുന്നതാണ് ഡച്ച് വില്ലേജിലേക്ക്. ഇതെങ്ങനെ ബുക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? സ്റ്റഡി ഫാറ്റ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അവർക്ക് ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പേരും ഇമെയിൽ ഐ.ഡിയും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബുക്കിംഗ് കൺഫേം ചെയ്യാം. അത് കഴിയുമ്പം അവരൊരു മെയിൽ അയക്കും. ആ മെയിലിനകത്ത് ബാങ്ക് ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. ആ പേയ്മെൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ അവർ നമുക്ക് മെയിൽ അയക്കും. ഓക്കെ, നിങ്ങളുടെ പേയ്മെൻറ്റ് കിട്ടി, നിങ്ങളുടെ ഇത് കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ അവർ മെയിൽ അയക്കുമെന്ന് അവർ പറയും. അപ്പം അങ്ങനെ നമുക്ക് ട്രിപ്പിൻ്റെ ഒരു 2 ദിവസം മുമ്പ് വീണ്ടും ഒരു മെയിൽ ഒന്നോടെ വരും. ആ മെയിലിനകത്ത് ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് നമ്മൾ ഒഫീഷ്യലി ട്രിപ്പിൻ്റെ പാർട്ടാവുക. പിന്നെ ആ ഗ്രൂപ്പിലായിരിക്കും പിന്നെ എല്ലാ ട്രിപ്പിൻ്റെ റിലേറ്റഡ് അപ്ഡേറ്റ്സുകളും വന്നുകൊണ്ടിരിക്കുന്നത്. സിമ്പിളാണ് പരിപാടി. ആക്ച്വലി നമ്മൾ നെതർലൻഡ്സിൽ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് വ്ലോഗ് അതിന് നമ്മൾ ആ മറ്റേ ആംസ്റ്റർഡാം അല്ല, നമ്മൾ വേറെ സ്ഥലത്ത് അല്ല അതിന് മുമ്പ് നമ്മൾ പോയില്ലേ ഒരു ബോർഡറിൽ, ജർമ്മനി ബോർഡറിൽ പോയത്. നമ്മൾ ബോർഡറിൽ പോയത് ഫെല്ലോ പോയിട്ടുണ്ട്. പിന്നെ 2ാമത് പോയത് നമ്മൾ ട്രിപ്പ് മലയാളീസിനെ വെച്ചിട്ട് നമ്മൾ ട്രാവൽ തമ്മേജിന്റെ ട്രിപ്പ് പോയത്. അത് ആക്ച്വലി എനിക്ക് യൂട്യൂബില് വരാഞ്ഞെന്ന് വെച്ചാൽ യൂട്യൂബ് വ്ലോഗ് എടുത്ത് ഡിലീറ്റ് ആയി പോയി. പക്ഷെ എന്നാലും ഞങ്ങള് ഡിലീറ്റ് ആക്കിയതേണ്ടി അത് ആക്ച്വലി ഞങ്ങള് മാക്സിമം നോക്കട്ടെ. ആ വീഡിയോ വേറെ ആൾ എടുത്ത യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് തന്നെ ഞങ്ങൾ ഇടാൻ പറ്റുമോ നോക്കാം. എന്താണ് പരിപാടി നിങ്ങൾക്ക് അറിയാലോ. ട്രാവൽ വിത്ത് അമ്മേജി നമ്മൾ കൊയ്ക്കനോഫിലേക്ക് പോയതാണ്. ടുലിപ് ഷോ കാണാൻ പോയതാണ്. ഓയ് വിചേട്ടൻ കന്നഡ വെച്ച് വാങ്ങി തെറ്റ കുഞ്ചാക്കോവനെ. ഇതിനകത്ത് ക്യാമറ അലൗഡ് അല്ല ആണോ? ആണോ? ഇവര് തന്നെ. അത് ശരി. ഗേൾസിന് കിട്ടിയതല്ലോ, ബോയ്സിന് കിട്ടിയൊന്നുമില്ല. ഇതെന്താ എന്ത് കാട്ടിയത്? ഡയമണ്ട് ഉണ്ടാക്കണ കടയാണോ? പഴയ ഒരു സെറ്റപ്പ് കേട്ടോ നാട്ടിലെ മച്ച് അത് തന്നെ. ഇതും ആക്ച്വലി സൊവനിയർ കട തന്നെയാണ്. എടാ ഇവിടെ സൊവനിയർ തന്നെയാടാ. എല്ലാം തന്നെ കൊള്ളാൻ തൈലം. 50 കൊല്ലം മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ടോ? അതായത് ഹോളണ്ട്. ആക്ച്വലി ഹോളണ്ട് എന്നല്ലേ, നെതർലൻഡ്സ്. ഹോളണ്ട് നമ്മുടെ ഫുട്ബോൾ കളിക്കാർ. അതെ എനിക്ക് അറിയില്ല. പിന്നെ നെതർലൻഡ്സിൽ ക്രിക്കറ്റ് ടീമുണ്ട്, അത്യാവശ്യം നല്ല ടീമൊക്കെ ഉണ്ട് അവർക്ക്. പോയിട്ട് നെതർലൻഡ്സ് സൈക്കിളിന് പേര് കേട്ടതുകൊണ്ട് സൈക്കിള് മനുഷ്യരെക്കാളും കൂടുതൽ സൈക്കിൾ ഉണ്ടെന്ന് തോന്നുന്നു. അത് നമ്മുടെ ജർമ്മനി അല്ലേ? അല്ല, നമ്മുടെ നെതർലാൻഡ്സ് അല്ല. ഓക്കെ. പണ്ടത്തെ വിൻഡ് ഇതായിരുന്നു ഇവിടെ പണ്ട് പരുത്തി തുണിയും കോട്ടൺ തുണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിൻഡ്. അങ്ങനെ ഇപ്പം നമ്മൾ ഇവിടെ ഉള്ള ഒരു ചെറിയ ചീസിൻ്റെ ഹോം മെയ്ഡ് അല്ലേ, ഇത് ഹോം മെയ്ഡ് ചീസാണോ? അത് ഹോം മെയ്ഡ് ചീസിൻ്റെ ഒരു ചെറിയൊരു റിയൽ ഫാക്ടറി. അതെ, ഇവിടെ ഇയർ എന്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് 100 കൊല്ലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇവിടെ. പിന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇവരുടെ എന്തോ ഹെൻറി വില്യം സിൻസ് 1974. ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാം. അപ്പോൾ കുറേ ടെസ്റ്റ് ചെയ്യാലോ. ഇതിവിടെ പശു ഉണ്ടോ? ഇവിടെ ഇതാണ്. അയ്യോ, ഇത് ഡമ്മിയാണ്. ഓ മൈ ഗോഡ്. ഓ എടാ, ഇത് മറ്റേ മ്യൂസിക് വെച്ച എന്താ? ഓ നൈസ്. ചേട്ടാ
അയ്യോ ഒറിജിനൽ ആക്ച്വലി ഒറിജിനൽ പശു വരുന്നല്ലേ ഈശ്വര. ഓ മ്യൂസിക് ഒക്കെ കൊടുത്തേക്കാണ്. എടാ ഇവിടെ എവിടെ ഫ്രീ ആയിട്ട് ചീസ് കിട്ടുമെന്ന് പറഞ്ഞേ? ഏത്? ഇത് ആക്ച്വലി എന്താ ചീസ് ഉണ്ടാക്കണതിൻ്റെ പരിപാടിയല്ലേ? ആക്ച്വലി ഇങ്ങനത്തെ ചീസ് ഉണ്ട് ടോം ആൻഡ് ജെറിയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ കടയിലിരിക്കണത് ഒഴിച്ചിനകത്ത് ഒഴിച്ചോ? ഓ മെഷീൻ ഇവിടെ ഉണ്ട്. മെഷീൻ ഇങ്ങനെ ഡിജിറ്റലാണ്. ഇവിടെ ചീസ് ഒന്നുമില്ല. ഫ്രീ ആയിട്ട് ചീസ് തേങ്ങ കിട്ടും ഇവിടെ. എക്സ്പീരിയൻസ് ടേസ്റ്റിങ്. പിന്നെ ഇതിനകത്ത് ഇത് പക്ഷെ എന്തോ മ്യൂസിയം പോലെ ഇവര് കൊണ്ടു നടക്കാൻ മതി. മ്യൂസിയം ആണിത്. അവിടെ കുറച്ച് ആടൊക്കെ ഉണ്ട്. ഞാൻ അവിടെ കിട്ടണോ? ഹായ് നല്ല രസമുള്ള കുഞ്ഞാടാ ഉള്ളത്. അമ്മയ്യോ ഇപ്പൊ തട്ടിക്കണേനെ. ഹലോ അവിടെ ഭയങ്കര പൊക്കം കുറഞ്ഞ ആട്. ഭയങ്കര പൊക്കം കുറഞ്ഞ ആടാ ഉള്ളത്. നാട്ടിലെ പോലെ എൻ്റെ ഡിഫറെൻറ്റാ. ശരി ആ അടിപൊളി. പോയി 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 അത് പോയി. ആ വഴിക്ക് പോയി. ദൈവം ഇവന്റെ കൊമ്പ് സീനാട്ടോ. അശനെ ക്യാമറ ആണോ? പിന്നെ എടാ കുഞ്ഞ് ഇത് 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 തൊട്ടിട്ട് അതിനെ തൊട്ട്. പാവ പാവ പാവ. അതൊന്നും അറിയാൻ പാടില്ലാത്ത കൊമ്മഹിയ. ഹലോ 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 നിനക്കൊക്കെ വിസ ഉണ്ടോ? എനിക്ക് പാസ്പോർട്ട് ഉണ്ടോ? ഇവന്മാർക്ക് പാസ്പോർട്ട് ഉണ്ട്. നെതർലാൻഡ്സ് പാസ്പോർട്ട് ഉണ്ട്. പോടാ എനിക്കത് ഇന്ത്യ. ഹലോ ഹലോ എബിജേണ്ട എത്രാമത്തെ വർഷം ആംസ്റ്റർഡാം വരുന്നേ? ആ എണ്ണീട്ടില്ലല്ലേ? എബിജേട്ടന്റെ മെയിൻ സ്ഥലം എത്തട്ടെ. ചില ഇവിടുത്തെ പ്രത്യേക സ്ഥലത്തുമ്പോ അവിടെ ചേച്ചിമാര് ഹായ് ഇതറാവോ അരേ ആഫ്റ്റർ ലോങ് ടൈം എന്നൊക്കെ പറഞ്ഞു വരും. ലോങ് ടൈം ഒന്നും ഇല്ല. എല്ലാ മാസം കഴിഞ്ഞ മാസം വന്നാണ്. സോ അതുപോലെ തന്നെ കൈസ് നമ്മുടെ ട്രാവൽ വിത്ത് MAG നെതർലാൻഡ്സ് ട്രിപ്പ് കഴിഞ്ഞ വർഷം നെതർലാൻഡ്സ് ട്രിപ്പിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത ആഴ്ച പാരീസ് ട്രിപ്പ് പോവാണ്. ഫുൾ മലയാളീസിന് വെച്ചിട്ട് 58-57 മലയാളീസിന് വെച്ചിട്ട് നമ്മളൊരു ബസ് റെൻ്റ് എടുത്തിട്ട് ഫുൾ ഒരു അടിപൊളി ട്രിപ്പ്, 1 ഡേ ട്രിപ്പ് പോവാണ്. അതിൻ്റെ വ്ളോഗും വരുന്നതായിരിക്കുമല്ലോ. അതിനെ ഇത് വന്നിട്ടായിരിക്കുമല്ലോ വരുന്നത്. ഓ ഇവിടെ നല്ല ചീസിൻ്റെ നല്ല കിടിലൻ സ്മെല്ലാട്ടോ. ഇത് കൊള്ളാലോ പരിപാടി. ടേസ്റ്റ് ചെയ്തിട്ടാണ്. ആ താങ്ക് യു ഷോൺ. ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്തോട്ടെ. വലിയ ഇഷ്ടമാണല്ലോ. ഇതെല്ലാം കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിക്കുന്നതല്ല കാണിക്കുന്നത് എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു സെറ്റാക്കി തരാം. ബിസ്ക്കറ്റ് ടേസ്റ്റ് ഉണ്ടോ? ഇത് നമ്മളിങ്ങനെ ഒരെണ്ണം എടുക്കുക. നമ്മുടെ ഇല്ല ഇത് നമ്മുടെ അത്തിപ്പഴത്തിന്റെ ഒരു ഡിപ്പാണ്. അത് നമ്മളിങ്ങനെ മണ്ടയിൽ തേക്കുമ്പോൾ പ്രത്യേകതരം ടേസ്റ്റ് അനുഭവപ്പെടും. ഇതാണ് നമ്മൾ നേരത്തെ കഴിച്ച ബിസ്ക്കറ്റ് ഉണ്ട്. അതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ചീസിൻ്റെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. എന്താ റിയാക്ഷനായിട്ട് ചീസ് കഴിച്ചിട്ട്. ഇവരുടെ വസ്ത്രധാരണം ശ്രദ്ധിച്ചോ? ഇവിടുത്തെ ഇവിടെ സെർവൻസ് അല്ല, ഇവിടുത്തെ ജോലിയാണ് അവരുടെ. ആക്ച്വലി ആ പഴയ കാലത്ത് ജോലിയുണ്ടോ? പണ്ടത്തെ കാലത്ത് ആ ഒരു യൂണിഫോം സെറ്റപ്പിലാണ് ഇവര്. ചേച്ചി ഫോം ചെയ്യണ്ട. അല്ല പ്രശ്നം ഉണ്ടാവില്ല. വീഡിയോ എടുക്കുന്ന വിഷയമില്ല. അടിപൊളിയാണ്. ഹലോ താങ്ക് യു സോ മച്ച്. ഇവിടെ കിട്ടിയോ? ട്രൈ ചെയ്ത് നോക്ക്. നിന്റെ റിയാക്ഷൻ നോക്കട്ടെ. Nice. This is how we used to make cheese when I was your age, a long time ago. So 1 month you've got this left. Don't throw it away. What you do is you rasp it and you put it in pasta. കുറച്ച് കേട്ടോ. നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ട മലയാളീസ് കേട്ടോ. ആയാലോ 2 നാട്ടുകാരായിട്ട് വരും. ആക്ച്വലി മല്ലൂസും ജർമ്മനി നോക്കിയാൽ മതി. അതെ അതെ. ഇവിടെ ബിയറിന്റെ ചീസോ? ഇതെന്നത് ബിയർ ചീസോ? അത് എത്ര തരം വെറൈറ്റി എവിടെ ഉള്ളതെന്ന് കാണുന്നത്. കോക്കനട്ട് മറ്റേ നമ്മളൊരു ക്രിക്കറ്റ് കളിക്കുന്ന ബോളുമ്പോ ഞെക്കണ പോലെ. നമ്മൾ അടുത്തെങ്ങോട്ടാ? എവിടേക്കാ പോകുന്നത്? ഈ കാറ്റടി എടുത്തേക്കാം. അപ്പൊ ചെരുപ്പോ ഷൂ ഫാക്ടറി ഒന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാ നല്ല ഷോട്ടുകളൊക്കെ കിട്ടും.
ഇപ്പൊ ചേട്ടാ ഇതിന്റെയൊക്കെ എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ നമ്മൾ എന്തിനാണ് ഹിസ്റ്ററി ചെയ്തപ്പം നമ്മൾ എപ്പോഴും പ്രസൻസിൽ ഉണ്ടാ പുല്ല് ആരത് ചോദിച്ചാ ഞാൻ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ, സോഷ്യൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഏതാ അയ്യോ, അതിന്റെ ഫോൺ കാണാനേ ഉള്ളൂ. ഗ്രാമം എക്സ്പ്ലോർ ചെയ്യാം. ഈ ഗ്രാമം സമയം ട്രാവൽ ചെയ്യുന്നത് പോലെ ഫീൽ ആവുന്നു. ഇത് 18-19 വീടുകളാണ്. ചിലത് ഇപ്പോഴും ആളുകൾ താമസിക്കുന്നതാണ്. പച്ച നിറത്തിലുള്ള വീടുകളും ശാന്തമായ ഈ ദേശ സൗന്ദര്യം മനോഹരമാണ്. അമ്പരച്ചുംബികളായി നിൽക്കുന്ന കെട്ടിടങ്ങൾ. ഹായ്, ആ അമ്മാമ്മ നടന്നു പോകുന്നു. കണ്ണട വെച്ച അമ്മാമ്മേനെ കണ്ടറിയാം നല്ല വീട്ടിലെയാണെന്ന്. കടയാടി നീ കണ്ടിട്ട് അത് നല്ലതാ. അതിന്റെ ഉള്ളിൽ കയറാം, കാറ്റാടി ഉള്ളിൽ കയറാം. പൈസ കൊടുക്കണോ? അയ്യോ, ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. ഫിഷർമാന്റെ സ്ഥലമാണത്, ഫിഷർമാൻ. ഇവിടെ ഓടൊക്കെ ഉണ്ടല്ലോ അവിടെ. ജസ്റ്റ് അതിൻ്റെ അടുത്ത് കയറി നോക്കാൻ പോയതാണ്. 8 യൂറോ കൊടുക്കണം. അതുകൊണ്ടല്ല കേട്ടോ, നേരത്തെ കാറ്റാടി ഇതിലെല്ലാം കയറി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ വേണ്ടാന്ന് വെച്ചത്. സോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അവിടെ അറ്റത്തേക്ക് പോയി. അറ്റത്തൊരുപാട് കാണാനൊന്നുമില്ല. പിന്നെ ഇവിടെ ഉള്ളത് വിൻമില്ല് കാര്യങ്ങളൊക്കെയാണ്. വിൻമില്ലാണ് മെയിനായിട്ടുള്ളത് ഈ വഴിക്കുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ അവിടെ ഒരു ചെരുപ്പിൻ്റെ ഫാക്ടറി ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അറിയത്തില്ല, എന്തായാലും അവിടെ പോയി നോക്കട്ടെ, അവിടെ എന്താ പരിപാടി നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ചീസൊക്കെ പോലെ തന്നെ ഒരു സെറ്റപ്പ് തന്നെ ആയിരിക്കും അവിടെ ഉള്ളത്. ലെറ്റ്സ് സീ. കൊല്ലങ്ങൾക്ക് മുമ്പുള്ള വീടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അടിപൊളി വീടാട്ടോ. ജസ്റ്റ് ഇപ്പം എനിക്ക് അറിയത്തില്ല ഇവിടെ ആൾ താമസം ഉണ്ടോ, ചുമ്മാ അത് മ്യൂസിയം വരെ വെച്ചോണ്ടാണോ അറിയത്തില്ല. ഇതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ വുഡൻ ഷൂവിൻ്റെ മ്യൂസിയം. ഇതിൻ്റെ തന്നെ നമ്മൾ കയറാനുള്ളതല്ലേ? ക്ലോഗോ. ഓ, ഇത് ഫോട്ടോ എടുക്കുന്നതല്ലേ? ഓക്കെ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഇതിനകത്ത് നമ്മുടെ ചീസ് ഉണ്ടാക്കിയില്ലേ അതേപോലെ സെറ്റപ്പ് തന്നെ അല്ലേ? അത് കയറിയൊക്കെയല്ലോ. പിന്നെ വുഡൻ ചെരുപ്പ്. ഇവരാണോ ഇവരുടെ ആൾക്കാർ? ഇത് മെയിൻ ആൾക്കാർ. ഇതെന്നാ ഡയമണ്ട്? ഡയമണ്ട് ക്ലോക്ക്. ഈ ക്ലോഗ് മ്യൂസിയത്തിൽ ഒരു ഷോ ഉണ്ടായിരുന്നു. അതായത് വെറും ഒരു തടിക്കഷ്ണത്തെ എങ്ങനെ ഒരു ഷൂ ആക്കി അവർ നിർമ്മിക്കുന്നു എന്നതിൻ്റെ ഉള്ളത്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ സൈഡിലുള്ള ഇതിപ്പോൾ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഫുൾ വീഡിയോ കാണാവുന്നതായിരിക്കും കേട്ടോ. സോ നമ്മളിപ്പോൾ വുഡൻ ഷൂ ഉണ്ടാക്കണ കണ്ടത് അടിപൊളിയായിട്ടോ. പക്ഷെ അതിൽ ഏറ്റവും വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് 8 മിനിറ്റ് എടുത്ത പരിപാടിയായിരുന്നു അത് വിഷയം വെച്ചിട്ട്. പക്ഷെ അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ട് ആ ഊതിയിട്ട് വെള്ളം തെറിച്ചില്ലേ, ആ മരത്തിനുള്ള അത്ര വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചില്ല കേട്ടോ. കട്ട് ചെയ്തപ്പോഴാണ് ഇതിനകത്ത് കുറച്ച് വെള്ളം ഇറങ്ങി പോകണം. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നത്. പക്ഷെ പുള്ളി ഊതിയിപ്പോൾ ഒരു ലോഡ് വെള്ളം അതിനകത്ത് പോയത്. ഇവിടെയൊക്കെ ഫുൾ ഷൂസ് ആട്ടോ ഇവിടെ. നമ്മുടെ സൈസിന് പറ്റിയ സേഫ്റ്റി ഇഷ്യൂ ആണ്. നെതർലൻഡ്സിലെ സേഫ്റ്റി ഇഷ്യൂ ആണെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ബസ്സിൻ്റെ അടുത്തേക്ക് നമുക്ക് ഏകദേശം ടൈം ആവാറ്. നമുക്ക് 10 സംതിങ് കഴിഞ്ഞിട്ടില്ല, കുറച്ച് ടൈം ഉണ്ട്. 10:45 നമുക്ക് ബസ്സിൽ കയറണമെന്ന് പറഞ്ഞേക്കുന്നത്. മണിക്കൂറിന് ഇഷ്ടം പോലെ സഞ്ചാരികളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു ലോഡ് കണക്കിന് അടുത്ത ഗ്രൂപ്പുകൾ വരുന്നു. ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു ഓവറോൾ ഐഡിയ അല്ല, ഓവറോൾ ഒരു മാപ്പ്. ഇത് കുറച്ചുകൂടി വിശദമായിട്ടുള്ള ഇവിടേക്ക് ഇപ്പഴുണ്ടോ നമ്മൾ വന്നപ്പോ ആക്ച്വലി ഒരുപാട് ആൾക്കാർ നമ്മള് ഇല്ല, നമ്മുടെ ഫസ്റ്റത്തെ വണ്ടിയാടാ. പാർക്കിംഗ് ലോഡിൽ ഇവിടെ ഒറ്റ ബസ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ എന്തോരം ആൾക്കാർ വന്നാണെന്ന് പറയുമ്പോ ആണോ ഇത് ബോറിസ് റൈസൻ. കുറേ ബസ്സുകളുണ്ട് ഇവിടെ ആക്ച്വലി. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വോൾവോ ബസ്സും ഉണ്ട് കേട്ടോ അവിടെ. നമ്മുടെ നാട്ടിലെ അതേ ഷേപ്പ് ഫ്രണ്ട്. യെസ്, ഇത് തന്നെ വോൾവോ. നാട്ടിലിറക്കിയാണ് വോൾവോൻ്റെ ഇതൊക്കെ തന്നെ സെയിം ഷേപ്പ് തന്നെയാണ് വോൾവോ. കുറേ ഉണ്ട് വണ്ടികൾ. ഇതൊക്കെ ആംസ്റ്റർഡാം വണ്ടികളാണ്. ഇത് ആംസ്റ്റർഡാം അല്ല, നെതർലൻഡ്സ് വണ്ടികളാണ്. യെല്ലോ കളർ നമ്പർ പ്ലേറ്റ്, ഫുൾ നെതർലൻഡ്സാണ്.